പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1200 കർക്കിടക മാസം 31-ാം തീയതി സമാപിക്കുകയാണ്. ഒരു പുതുവർഷം 1201 പിറക്കാൻ പോകുകയാണ്. 1201 ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി, 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി കാലത്ത് 1:45 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും ശുഭാശുഭങ്ങൾ എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ്. ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ശ്രീനാരായണ ഗുരു ജയന്തി, ചട്ടമ്പിസ്വാമി ജയന്തി, വിനായക ചതുർത്ഥി, തിരുവോണം, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം. ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു. ചിങ്ങം 1-ാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി, ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ്. ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു, ചിങ്ങമാസം 1-ാം തീയതി കാലത്ത് 1:45 രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം. ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല. ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമെന്ന വിഷയം. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന്, ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ്. സിംഹേ വിംശതിരാദിത ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു. നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി. തുലാം രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 5-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ ഗുരു ശുക്രന്മാർ, 10-ാം ഭാവത്തിൽ ബുധൻ, 11-ാം ഭാവത്തിൽ രവി, കേതു, 12-ാം ഭാവത്തിൽ ചൊവ്വ. ഇവിടെ തുലാം രാശിക്കാർക്ക് രാശിധിപനായ ശുക്രൻ അതിശക്തമായ 9-ാം ഭാവത്തിൽ ഗുരുവിനോട് കൂടെ നിൽക്കുന്നു. നല്ലൊരു യോഗമാണ്. തനിക്ക് ഭൂമിയുടെ ലാഭം ഉണ്ടാവുക, ഗൃഹചിന്ത വരിക, അതിനൊക്കെ തന്നെ സമയം വളരെ അനുകൂലമാണ്. 9-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോഴും വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചതുർഭൂമികം തദ് ഗൃഹം തസ്യ ഭൂമിപതേർ വല്ലഭോ വല്ലഭ ഭൂമി ദേവാഹ. ബ്രാഹ്മണരും രാജാക്കന്മാരും തൻ്റെ സുഹൃത്താകും. തനിക്ക് ചുറ്റുമുള്ള ഭൂമിയൊക്കെ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ കർമ്മമേഖല 4 ഭാഗങ്ങളിലായി വ്യാപിപ്പിക്കുവാൻ ഈ വ്യാഴം ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണ്. തൻ്റെ കർമ്മമേഖല അപ്രകാരം താനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തന മേഖലകൾ എന്തായാലും അതിലൂടെ 4 ഭാഗത്തുള്ള ജനങ്ങൾ തന്നെ അറിയുക, അല്ലെങ്കിൽ 4 രാജ്യങ്ങളിലെ ജനങ്ങൾ അറിയുക. അതിനാൽ പഠനവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ വളരെയധികം അനുകൂലമായി പേരും പ്രശസ്തിയും വിശേഷിച്ച് സ്കോളർഷിപ്പുകൾ ലഭിച്ച് വിദേശത്ത് പഠിക്കുക മുതലായ നല്ല കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതാണ്. അപ്രകാരം സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെയധികം പ്രബന്ധങ്ങൾ, പ്രവേശനങ്ങൾ, എക്കണോമിക് ടൈംസ് മുതലായവരൊക്കെ എഴുതുന്നവർക്ക് വളരെയധികം അനുകൂലമാണ്. ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന, ധനവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ ഗവേഷണം നടത്തി അത് വലിയ രീതിയിൽ പേരും പ്രശസ്തിയും ധനവും ഉണ്ടാക്കാൻ സഹായിക്കും. പക്ഷേ ഇവിടെ താൻ സമ്പാദിക്കുന്ന ധനത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ധനനഷ്ടമുണ്ടാകും. ധനാധിപനായ ചൊവ്വ 12-ലാണ്. ഈ ചൊവ്വ
അസമയത്തുള്ള യാത്ര, തർക്കങ്ങൾ, ഇതൊക്കെ വരാൻ വളരെ സാധ്യതകൾ കൂടുന്നു. ശതാക്ഷോഭിതൽ ചക്ഷുതോ ലോഹഗാദേഹി പുതിയ ദ്വാദശേ അർത്ഥനാശം കരുതി. 12-ൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഇന്ദ്രൻ വന്നാൽ പോലും ധനം നശിക്കുമെന്നാണ് പറയുന്നത്. തനിക്ക് ശാരീരികമായി ആഘാതങ്ങൾ ഉണ്ടാകുന്നു. ലോഹങ്ങൾ, മെറ്റലുകൾ കൊണ്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാകുന്നു, പരിക്കുകൾ ഉണ്ടാകുന്നു. മൃഷാ കിംവദന്തി ഭയം ദസ്യുതവ, കള്ളന്മാർ തൻ്റെ ധനം അപഹരിക്കുക, അനാവശ്യമായ കിംവദന്തികളിൽ താൻ ചെന്നുപെടുക. അതിനാൽ ഈ ചൊവ്വയുടെ 12-ാം ഭാവത്തിലുള്ള ഫലം അത്ര നല്ലതല്ല. സ്വതവേ തുലാൻ രാശിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഹീനാംഗ, അംഗത്തിന് ഹീനത്വം, വൈകല്യം ഉണ്ടാക്കുന്ന എന്നൊരു ഫലമുണ്ട്. അതിനാൽ 12-ലെ ചൊവ്വ ശാരീരികമായി ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, കാരണം ഇവിടെ ചൊവ്വയ്ക്ക് ശനി ദൃഷ്ടിയുണ്ട്. പങ്കുവാണ്, മുടന്തി നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പതിതസ്തുരിപ്പേ, പാതിത്യം വീഴ്ച വരുമെന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശാരീരിക വിഷയങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം വഴിപാടായി സമർപ്പിക്കണം. അഷ്ടമത്തിൽ ചന്ദ്രൻ ബുദ്ധിപരമായ വിഷയത്തിൽ നല്ലതാണ്, ആരോഗ്യപരമായ വിഷയത്തിൽ നല്ലതല്ല. സഭാവിദ്യതേ ഭൈഷജീതസ്യ ഗേഹേ പജൽ കർഹി ക്വാധമുദ്ഗോദകാനി മഹാവ്യാധയോ ഭീതയോ വാരിഭൂതാഹ ശശി ക്ലേശകൃത് സങ്കടാന്യ അഷ്ടമസ്ഥ. 8-ലെ ചന്ദ്രൻ ക്ലേശങ്ങളുണ്ടാക്കും, സങ്കടങ്ങളുണ്ടാക്കും. അതിനാൽ മഹാവ്യാധികൾ, വലിയ രോഗങ്ങൾ വരും. അതിനാൽ ഈ കർക്കിടക മാസമൊക്കെ, ചിങ്ങമാസമൊക്കെ തന്നെ വർഷത്വമാണ്, വർഷ ഋതുവാണ്. അതിനാൽ ശരീരം ഒഴിയിക്കുക, നവരക്കിഴി ചെയ്യുക, ശിരോവസ്തി ചെയ്യുക. അപ്രകാരം ശരീരത്തിലുള്ള രോഗാദി അരിഷ്ടതകളെ മാറ്റി നിർത്തുക. വിവാഹ വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങളുണ്ടാകും. കാരണം ഈ രാശിയിൽ 12-ലാണ് ചൊവ്വ നിൽക്കുന്നത്. അതിനാൽ ഡൈവേഴ്സിന് പെറ്റീഷനൊക്കെ ചെയ്യുന്നവർക്കൊക്കെ തന്നെ കോടതിയിലൊക്കെ പോകുവാനും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ നീക്കുവാനും ഒരു വലിയ സമയം വരും. പ്രത്യേകിച്ച് ഈ വരുന്ന 90 ദിവസങ്ങൾക്കുള്ളിൽ വൈവാഹിക ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മറനീക്കി പുറത്തു വരും. എന്നിട്ട് അത് തനിക്ക് പാരയാകും, ബുദ്ധിമുട്ടാകും. 15-ന് ശേഷം സെറ്റിൽമെൻറ്റ്, കോടതിയിൽ പോവുക, വിവാഹ ഡൈവേഴ്സിനൊക്കെ പെറ്റീഷൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെ അനുകൂലമാണ് തുലാൻ രാശിക്കാർക്ക്. ഇവിടെ 9-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്രകാരം 10-ലെ ബുധൻ അധികം സംസാരിക്കാതെ സ്വകാര്യമായി പല കാര്യങ്ങൾക്കും അനുകൂലമായ അവസ്ഥ സംജാതമാകും. 11-ലെ സൂര്യനും സർക്കാർ, തനിക്ക് ചില അധികാരങ്ങൾ, മുദ്രകളൊക്കെ ലഭിക്കുന്ന വർഷവുമാണ്. അതിനാൽ എല്ലാത്തിനും ഉത്സാഹിക്കുക, ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. പ്രിയമുള്ള പ്രേക്ഷകരെ, തുലാൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി.